Dear students, I am Shanoj Lal. Welcome to my class. In the Cbse Polynomial in the chapter ഭാഗങ്ങളാണ് നോക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയലിന്റെ സീറോസിനെ പറ്റിയിട്ടും അതിന്റെ റിലേഷൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? if ax² + bx + c എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എങ്കിൽ then alpha and beta are the zeros of that polynomial. Then we know alpha plus beta equal to minus b by a and alpha beta equal to c by a. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സീറോസിൻ്റെ സമ്മും പ്രോഡക്റ്റും തന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫോം എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓർ ഹൗ ടു ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ അതിനൊരു റിലേഷൻ പഠിക്കാനുണ്ട്, നമുക്ക് നോക്കാം. നോർമലി ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓർ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ വി നോ ദാറ്റ് ax² + bx + c is the general form of a second degree polynomial. Now we assume that alpha and beta are the zeros of this polynomial. What is alpha and beta are the zeros of this polynomial എന്ന് വിചാരിക്കാം. So we know if alpha and beta are the zeros of this polynomial, it is clear that x minus alpha and x minus beta are the factors of this polynomial. Zeros എന്ന് പറഞ്ഞ അർത്ഥം എക്സ് മൈനസ് ആൽഫയും എക്സ് മൈനസ് ബീറ്റയും ഈ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ax² + bx + c എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് മാത്രമല്ല, ദർ വിൽ ബി സം കോൺസ്റ്റൻറ്റ് ഹിയർ അല്ലേ? ഇവിടെ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റും കൂടി ഉണ്ടാവും. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു സം അല്ലേ, പ്രോഡക്റ്റ് ഓഫ് ദിസ് ടു ഫാക്ടേഴ്സ്. മാക്സിമം 2 ഫാക്ടേഴ്സാണ് ഫസ്റ്റ് ഡിഗ്രിയിൽ അതിലുണ്ടാവുക. അപ്പം അങ്ങനെ ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഈ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് കെ എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റൻ്റ് ഇതിനെ വെച്ചത് ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ഡിഫറൻസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ നമുക്കൊന്ന് എക്സ്പാൻഡ് എഴുതി നോക്കാം. സോ ഹിയർ വി ഹാവ് കെ ഇൻറ്റു എക്സ് മൈനസ് what is the expansion of this alpha plus beta into x plus alpha beta. Okay, ax² plus bx plus c will be equal to what? kx² minus k into alpha plus beta into x plus k alpha beta എന്നാണ് കിട്ടുന്നത്. k കൊണ്ട് ത്രൂ ഔട്ട് എല്ലാത്തിനെയും എക്സ്പാൻഡ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് ഭാഗത്തും കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയറിങ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എയുടെ പ്ലേസിൽ എന്താ ഉള്ളത്? വിച്ച് ഈസ് കെ. ആൻഡ് വാട്ട് അബൌട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ബി? ബിയുടെ പ്ലേസിൽ, അതായത് എക്സ് കോഎഫിഷ്യൻ്റ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നല്ലേ? ഇവിടുന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അവിടുന്ന് ബി ബൈ മൈനസ് കെ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. സോ ഫ്രം ഹിയർ വി ഗെറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി. വി നോ കെ ഈസ് എ. കണ്ടെത്തിയതാണ് അല്ലേ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. വെരിഫൈ ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ ബി ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള ആലോചിക്കാം. ആൻഡ് ഓൾസോ വി ക്യാൻ ഇക്വേറ്റ് ദാറ്റ് c to last term of that constant term alpha beta. From here we get c by k equal to alpha beta. So alpha beta എന്ന് പറയുന്നത് c by a എന്ന് നമ്മൾ മുമ്പേ വെരിഫൈ ചെയ്ത കാര്യം തന്നെയാണ് കിട്ടുന്നത്. വെരിഫൈ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോളിനോമിയൽ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യേണ്ടത് എ കെ ആണെങ്കിൽ, ഇഫ് എ ഈസ് ഈക്വൽ ടു കെ, then we say that b is equal to minus k into alpha plus beta, or alpha plus beta equal to minus b by k, and alpha beta equal to what? c by k. ഓക്കെ, ഇങ്ങനെ നമുക്ക് c by a എന്നോ c by k എന്ന് എഴുതാം. കാരണം എയുടെ വാല്യൂ k ആണ് അതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു കൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ തൊട്ടടുത്ത് ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സീറോസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോളിനോമിയൽ ഫോം ചെയ്യാമെന്ന് അറിയാനാണ് ഈ ഒരു കൺസെപ്റ്റ് അറിയേണ്ടത്, ഈ ഒരു കാര്യം അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ എ കെ ആയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഇഫ് എ ഈസ് ഈക്വൽ ടു കെ, വി ഹാവ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ കെ എന്നാലോചിച്ചാൽ മതി. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ കെ എന്നാലോചിക്കുക. ആൻഡ് ഇഫ് എ ഈക്വൽ ടു കെ, വാട്ട് ഈസ് ആൽഫ ബീറ്റ? ആൽഫ ബീറ്റ ഈക്വൽ ടു സി ബൈ കെ. അപ്പം നമ്മൾ ഇതിന്ന് ഈ ഒരു കാര്യം പറഞ്ഞെന്ന് പഠിക്കേണ്ട ഒറ്റ കാര്യമാണ്.
അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇഫ് വി ഹാവ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax² plus bx plus c where alpha and beta are the zeros of this polynomial and if a is equal to k, a k ആണെങ്കിൽ we can say that alpha plus beta equal to minus b by k and alpha beta equal to c by k. Alpha plus beta equal to minus b by k and alpha beta equal to c by k. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇനി നമുക്കുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഏത് പ്രോബ്ലം? നമ്മളുടെ സീറോസ് തന്നു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോം എങ്ങനെയാണ് ഉണ്ടാവുക? ax² plus bx plus c എന്നാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. നമ്മൾ a k ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇതിൻ്റെ ഒരു ജനറൽ ഫോം എങ്ങനെയാണ് ഉണ്ടാവുക? k ഇൻറ്റു എങ്ങനെയായിരുന്നു? x² മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഈ കാര്യം പഠിക്കണം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇവിടെ ബോർഡിലൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. Find a quadratic polynomial whose sum of zeros is -1/4 and product of zeros equal to 1. Sum of zeros-ഉം product of zeros-ഉം തന്നിട്ടുണ്ട്. നമുക്ക് ഒരു quadratic polynomial ഫോം ചെയ്യണം. ഓക്കെ, let alpha and beta are the zeros. ഓക്കെ, ആൽഫയും ബീറ്റയാണ് നമ്മൾ ഇതിൻ്റെ സീറോസ് എന്ന് വിചാരിച്ചാൽ നമുക്കറിയായിരുന്നു ആൽഫ പ്ലസ് ബീറ്റയാണ് സം ഓഫ് സീറോസ് അല്ലേ? സം ഓഫ് സീറോസ് ഈസ് -1/4 ആൻഡ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ബട്ട് ഫോർ എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ax² പ്ലസ് bx പ്ലസ് c, അപ്പോൾ ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? -b/a ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ആൽഫ ബീറ്റ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? c/a ആണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ലെറ്റ് a ഈക്വൽ ടു സം k. എന്താണ്? ലെറ്റ് a ഈക്വൽ ടു k എന്ന് വിചാരിക്കുക. എന്താ ചെയ്യേണ്ടത്? a ഒരു കോൺസ്റ്റൻ്റ് എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്. ഏതാണ്? -1/4 എന്ന് പറയുന്നത് -b/a എന്ന് എഴുതാം. a k ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഭാഗത്തും മൈനസ് ഉള്ളതുകൊണ്ട് അതിനൊന്നും കൂടി മാറ്റി എഴുതാം. +1/4 ഈക്വൽ ടു +b/a എന്ന് എഴുതാവുന്നതാണ്. സോ ഇവിടെ എന്താണ്? എയുടെ വാല്യൂ k അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താ? 1/4 ഈക്വൽ ടു b/k എന്ന് കിട്ടും. ഫ്രം ഹിയർ വി ഗെറ്റ് b. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ b കിട്ടും. എന്താണല്ലോ? k/4. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് b. സോ ഇഫ് a ഈക്വൽ ടു k വി ഗെറ്റ് b ഈക്വൽ ടു k/4. ഇനി നോക്കാം, ഇവിടെ ആൽഫ ബീറ്റ c/a ആണ്. ആൽഫ ബീറ്റ c/a എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൽഫ ബീറ്റ c/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ എത്രയാണ് തന്നിട്ട്? 1 ഈക്വൽ ടു c/a ഈസ് k. അവിടെ നമുക്ക് c കണ്ടെത്താം. k × 1 ആണ്, വിച്ച് ഈസ് k. So a equal to k, b equal to k/4 and c equal to k here. So ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും വാല്യൂസ്. അപ്പോൾ ax² പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ആ പോളിനോമിയലാണ് നമ്മൾ എല്ലാത്തിലും എഴുതാറുള്ളത് അല്ലേ? a equal to k, we put the value for that a instead. kx² plus what is b here? b is equal to k/4. k/4 into some x is also here and we have c equal to k. So in all this k is a common factor. We take that outside. We get x² plus x/4 or 1/4x plus 1 എന്ന് കിട്ടും. x² plus 1/4x plus 1. For different values of k we get different polynomials. When k equal to 1 we get x² plus 1/4x plus 1. കെയുടെ ഡിഫറെൻറ്റ് വാല്യൂസിന് ഡിഫറെൻറ്റ് പോളിനോമിയൽസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കിട്ടും. ആ പോളിനോമിയൽസൊക്കെ ആൽഫ പ്ലസ് ബീറ്റ ഈസ് -1/4 ആൻഡ് ആൽഫ ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ അടുത്തൊരു ചോദ്യം ചെയ്യാം. ഹിയർ സം ഓഫ് സീറോസ് ഈസ് √2 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈസ് 1/3. സോ ഹിയർ ഓൾസോ വി ടേക്ക് ആൽഫ ആൻഡ് ബീറ്റ ആർ ദി സീറോസ്. So we know alpha plus beta equal to √2 and alpha beta equal to 1/3. We know that alpha plus beta equal to what? -b/a.
alpha plus beta equal to minus b by a, which is equal to root 2, and alpha beta equal to c by a, which is equal to 1 by 3. So ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? Let the polynomial be ax square plus bx plus c, and let a equal to some k. എന്താ വിചാരിക്കുന്നത്? നമ്മൾക്ക് കാണാനുള്ള പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. എ ഒരു കെ ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ മൈനസ് ബി ബൈ എ റൂട്ട് 2 എന്നുള്ളത് മാറിയിട്ട് എങ്ങനെ വരും? മൈനസ് ബി ഈക്വൽ ടു റൂട്ട് 2 എ എന്നായി മാറും. എവിടുന്ന് എയുടെ വാല്യൂ പുട്ട് ചെയ്താൽ മൈനസ് ബി ഈക്വൽ ടു റൂട്ട് 2 കെ എന്നും ഓർ ബി ഈക്വൽ ടു മൈനസ് റൂട്ട് 2 കെ എന്ന് എഴുതി കൂടി ഈ മൈനസ് അപ്പുറത്തേക്ക് കൊടുത്താൽ സോ വി ഗെറ്റ് ബി എസ് മൈനസ് റൂട്ട് 2 കെ. ഇനി നമുക്കറിയാം ഇവിടെ സി ബൈ എ എന്ന് പറഞ്ഞാൽ 1/3 എന്ന് തന്നിട്ടില്ലേ? ഇവിടെ എ കെ കൊടുത്തു കഴിഞ്ഞാൽ സി ബൈ കെ ഈക്വൽ ടു 1/3 എന്നല്ലേ കിട്ടുന്നത്. അവിടുന്ന് സിയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ കെ ബൈ 3 എന്നാണ്. സോ വി ഗെറ്റ് values of a, b and c in terms of k. So we know that a second degree polynomial is, or quadratic polynomial is, always in the form ax square plus bx plus c, and we get the values of a, b and c in terms of k here. Substituting the values of a, b, c and c, substituting the values of a, b and c here, we get the required polynomial which is satisfying the conditions that sum of zeros equal to root 2 and product of 0 equal to 1/3. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം അല്ലേ? എയുടെ പ്ലേസിൽ കെ കൊടുത്താൽ കെ എക്സ് സ്ക്വയർ പ്ലസ് വാട്ട് ഈസ് ബി ഹിയർ? ബി ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 കെ എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു കെ ബൈ 3. So we can take k outside. So we get x square minus root 2x plus 1/3. Okay, we get a polynomial like this, k into x square minus root 2x plus 1/3. അവിടെ നമ്മൾ നോക്കുക k is a constant അല്ലേ? By substituting different values of k, we get different polynomials satisfying the conditions that sum of 0 is equal to root 2 and product of 0 is equal to 1/3. Okay. Next question നോക്കാം. Sum of 0 is equal to 0 and product of 0 equal to root 3. Okay. Sum of zeros എന്താണ്? 0 ആയി. Product of zeros എന്താണ്? root 3 ആണ്. നമുക്ക് പോളിനോമിയൽ ഫോം ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ആൽഫയും ബീറ്റയാണ് അതിൻ്റെ സീറോസ് എന്ന് വിചാരിക്കുന്നു. We know that alpha plus beta, that is minus b by a equal to what? 0. And alpha beta is c by a which is equal to root 3. Okay. So if a equal to some k, what happened? Minus b by k equal to 0. From here we get minus b equal to k into 0, and from here we get b equal to 0. So we get b as 0. And if a equal to k, what happened for this alpha beta which is c by a equal to root 3 will become c by k equal to what? root 3. So what is c here? c equal to root 3k now. So for a second degree equation ax square plus bx plus c, if we substitute these values instead of this a, b and c, we have kx square plus 0x plus root 3k. So we can take a k out from here, x square plus root 3 എന്ന് കിട്ടും. So for different values of k, we get different equation. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് 1/5 ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു 1/5. ഇതേപോലെ നമുക്ക് ചെയ്യാം. ആൽഫയും ബീറ്റയാണ് അതിൻ്റെ സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന മൈനസ് ബി ബൈ എ ആണ് നമുക്ക് മൈനസ് 1/5 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന സി ബൈ എ ആണ് 1/5 എന്ന് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിൽ. അതിൽ ലെറ്റ് എ ഈക്വൽ ടു വാട്ട്? സം കെ. സോ ദിസ് മൈനസ് ബി ബൈ എ ഈക്വൽ ടു മൈനസ് 1/5 എന്നുള്ളത് മാറിയിട്ട്
മൈനസ് ബി ബൈ കെ ഈക്വൽ ടു മൈനസ് 1/5 എന്നാവും. ഇവിടെ മൈനസ് രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം, കെനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യാം. സോ വി ഈക്വൽ ടു എന്താ വരിക, കെ ബൈ 5. ഇതുപോലെ സി ബൈ എ ഈക്വൽ ടു 1/5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സി ബൈ കെ ഈക്വൽ ടു 1/5 എന്നാകും. ഈ കെനെ ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററാണ്, ന്യൂമറേറ്ററിൽ മാറും. സി ഈക്വൽ ടു കെ ബൈ 5. സോ വാട്ട് ഹാപ്പൻ ഫോർ ദിസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കെ ബൈ 5 ഇൻറ്റു എക്സ് പ്ലസ് വാട്ട് ഈസ് സി, k by 5. So for all this, k is a common factor which we can take this outside, x square plus 1/5 x plus 1/5. So for different values we get different polynomials which is satisfying this condition. Which condition? Sum of zeros equal to minus 1/5 and product of zeros equal to 1/5. ഇങ്ങനെയാണ് നമ്മൾ സീറോസ് തന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യുന്നത് എളുപ്പമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ സീറോസും അതിൻ്റെ കോഎഫിഷ്യൻസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്താണ്. അവർ നെക്സ്റ്റ് എയിം ഈസ് ടു ചെക്ക് വെദർ ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ഓഫ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. സോ വി നോ ദാറ്റ് ഫോർ എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ദ മാക്സിമം ഓർ അറ്റ്മോസ്റ്റ് നമ്പർ ഓഫ് സീറോസ് ഈസ് 3 അല്ലേ. ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിലെ മാക്സിമം അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് സീറോസിൻ്റെ എണ്ണം എത്രയാണ്? 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. തേർഡ് ഡിഗ്രി പോളിനോമിയലാണ് ഇപ്പോൾ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 5x² മൈനസ് 14x പ്ലസ് 8. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസിന് ഈ പോളിനോമിയൽ 0 ആവുമോ എന്ന് നോക്കാം. അതായത് ഈ പോളിനോമിയൽ സീറോസ് കണ്ടെത്താണ്. ഞാനിവിടെ 2-3 വാല്യൂസ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിവിടെ പുട്ട് ചെയ്ത് നോക്കുകയാണ്. പി ഓഫ് 4 എന്ന് കണ്ടു നോക്കാം. പി ഓഫ് 4 എന്ന് പറയുമ്പോൾ എക്സിന് 4 കൊടുക്കുകയാണ്. വെൻ എക്സ് ഈക്വൽ ടു 4 വി ഗെറ്റ് പി ഓഫ് 4 അല്ലേ. അപ്പോൾ പി ഓഫ് 4 കാണുമ്പോൾ 2 × 4³ മൈനസ് 5 × 4² 14 × 4 പ്ലസ് 8 ആണ് അല്ലേ. സോൾവ് ചെയ്ത് നോക്കിയാൽ 2 × 4³ ഈസ് 64 മൈനസ് 4² ഈസ് 16. 14 × 4 എന്ന് പറഞ്ഞാൽ 56 പ്ലസ് 8. ഇതൊന്ന് നമുക്ക് 128 മൈനസ് എത്രയാണ് ഇത് വരുന്നത്? 80 മൈനസ് 56 പ്ലസ് 8. ഓക്കെ, സോ വി ഹാവ് 136 മൈനസ് 136 വിച്ച് ഈസ് ഈക്വൽ ടു 0. സോ പി ഓഫ് 4 0 കിട്ടിയാൽ എന്താണ്? 4 ഈസ് എ 0 ഓഫ് പി ഓഫ് എക്സ്. 4 പി ഓഫ് എക്സിൻ്റെ 0 ആണ്. ഇനി ഒരു വാല്യൂ ഞാൻ കാണുന്നത് -2 കൊടുക്കുകയാണ്. വെൻ എക്സ് ഈക്വൽ ടു -2 വി ക്യാൻ ഫൈൻഡ് പി ഓഫ് -2 അല്ലേ. സോ സിമിലർലി വി ക്യാൻ ഫൈൻഡ് പി ഓഫ് -2 ബൈ പുട്ടിങ് -2 ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എക്സ്. -2³ മൈനസ് 5 × 2² മൈനസ് 14 × -2 പ്ലസ് 8 ആണ് അല്ലേ. സോ വി നോ -2³ ഈസ് -8. -2യുടെ സ്ക്വയർ +4 ആണ്. 14 × -2 ഈസ് -28 പ്ലസ് 8. സോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. -16 ആണ്, ഇവിടെ -20 ആണ്. ഈ 2 മൈനസ് കൂടി പ്ലസ് ആയി 28 ആയി പ്ലസ് 8. സോ വി ഹാവ് 36 minus 36 plus 36 which is also equal to 0. So we say that -2 is a 0. -2 is a 0 of p of x എന്ന് പറയും. Now we check for x equal to 1/2. x equal to 1/2 put ചെയ്ത് p of 1/2 find out ചെയ്ത് നോക്കാം. So which is 2 × 1/2 whole cube minus 5 × 1/2 whole square minus 14 × 1/2 plus 8. Okay, so we get 2 × 1/2 cube is 1/8. 5/2 the square 1/4 ആണ് അല്ലേ. ഓക്കെ, മൈനസ് 14/2 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 8 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 2/8 എന്നാ വരിക, വിച്ച് ഈസ് 1/4 മൈനസ് 5/4 മൈനസ് 7 പ്ലസ് 8 ഈസ് പ്ലസ് 1. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. -5/4 1/4 ആഡ് ചെയ്താൽ -4/4 ആണ് അല്ലേ.
plus 1 which is minus 1 plus 1 equal to 0. So ഇവിടെ minus 4 by 4 കിട്ടിയത് എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് കേട്ടോ. 1 minus 5 എന്ന് പറയുമ്പോൾ by 4 എന്ന് എഴുതാം. 1 minus 5 by 4 is minus 4 by 4 which is minus 1 plus 1 equal to 0. So we get the third zero of this polynomial which is 1 by 2 is a zero of p of x. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണ്? p of 4 0, p of minus 2 0, p of 1 by 2 0 ആണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് എന്താ മനസ്സിലാവുന്നത്? So we say that 4 minus 2 and 1 by 2 are the zeros of zeros of p of x. p of xന്റെ സീറോസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതാണ് ക്യൂബിക് പോളിനോമിയലും അതിൻ്റെ കോഎഫിഷ്യൻ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ അതിൻ്റെ റൂട്ട്സുമായിട്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ റൂട്ടുകളെ ആൽഫ ബീറ്റ ഗാമ എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് വിചാരിക്കുന്നത്? ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ആൽഫ നമുക്ക് 4 എടുക്കാം, ബീറ്റ -2 എടുക്കാം, ഗാമ 1 by 2 എന്ന് എടുക്കാം. ഏത് വാല്യൂസ് എടുത്താലും മതി. ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന 3 എണ്ണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സം ഓഫ് സീറോസ് ഒന്ന് നോക്കാം അല്ലേ. സം ഓഫ് സീറോസ് എന്താണ്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് 4 plus minus 2 plus 1 by 2 എന്നാണ് അല്ലേ. 4 plus minus 2 is 2, 2 plus 1 by 2 എന്നാണ് കിട്ടുന്നത്. 2 plus 1 by 2 എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 plus 1 by 2 which is 5 by 2. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് അതിനെ ആൽഫ ബീറ്റ ഗാമ എന്ന് എഴുതാം അല്ലേ. ആൽഫ ബീറ്റ ഗാമ കിട്ടണമെങ്കിൽ 4 into minus 2 into 1 by 2 ആണ്. ഈ 2 ക്യാൻസൽ ആയി പോയാൽ -4 എന്നാണ് എന്ത് കിട്ടിയത്? പ്രോഡക്റ്റ് ഓഫ് സീറോ. സം ഓഫ് സീറോസ് എന്ന് പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ത് കിട്ടുന്നത്? 5 by 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ആൽഫ ബീറ്റ ഗാമ എന്താ കിട്ടിയത്? -4 എന്നാണ് കിട്ടിയത്. ഓക്കെ. ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരുന്നു? ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d എന്നാണ് അല്ലേ. നമുക്ക് തന്ന പോളിനോമിയൽ 2x³ -5x² -14x പ്ലസ് 8 എന്നാണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് എയുടെ വാല്യൂ കിട്ടുന്നത് 2 ആണ്, ബി എന്താണ്? -5 ആണ്, സി എന്താണ്? -14 and d equal to what? 8. Okay, a is equal to 2, b equal to -5, c equal to -4, d equal to 8. നമുക്കിവിടെ സം ഓഫ് സീറോസ് 5 by 2 ആണ് കിട്ടിയത് അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ -b/a ഒന്ന് കണ്ടു നോക്കൂ. -b/a എന്ന് പറയുന്നത് എന്താണ്? -5 by 2 എന്ന് പറയുന്നത് 5 by 2 ആണ്. എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയ്ക്ക് ഈക്വലാണ്. അപ്പോൾ സം ഓഫ് സീറോസ് എന്തിന് ഈക്വൽ ആവുന്നു? സം ഓഫ് സീറോസ് എന്തിനാണ് ഈക്വൽ ആവുന്നത്? സം ഓഫ് സീറോസ് ഈക്വൽ ടു -b/a. -b/a എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x² ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കണ്ടുപിടിച്ചു. മൈനസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വാട്ട്? x³ എന്നാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x² ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³ ആണ്. ഇനി നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന പ്രോഡക്റ്റ് -4 എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. -d/a എന്ന് കണ്ടുനോക്കാം. -d/a എന്ന് പറഞ്ഞാൽ എന്താണ്? -8 by a is equal to 2. It is -4. -4 എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടിയത്? പ്രോഡക്റ്റ് കിട്ടിയത്. അതായത് ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന -4 എന്തിന് ഈക്വലാണ്? -d/aക്ക് ഈക്വലാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റിലേഷൻ നമുക്ക് എഴുതാം അല്ലേ. ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ -d എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻ്റ് ടേം. ആൻഡ് വാട്ട് ഈസ് എ? കോഎഫിഷ്യൻ്റ് ഓഫ് x³. അപ്പം സോ വി ഗെറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ the product of zeros and coefficients. What is the relation? It is product of zeros will be equal to minus constant term divided by coefficient of x³. Minus of the constant term divided by coefficient of x³ ആണ് ഒരു ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആവുന്നത്
രണ്ട് റിലേഷൻസ് ആയിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ റിലേഷൻ എന്തായിരുന്നു? സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബും, അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ദ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എന്ന രണ്ട് റിലേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൻ 2 അറ്റ് എ ടൈം എന്നാണ്. അതായത് സീറോസിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ട് പ്രോഡക്റ്റ് കണ്ടിട്ട് സമ്മ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ സീറോസ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ ഗാമ അല്ലേ, രണ്ടെണ്ണം ഇതെടുത്ത് പ്രോഡക്റ്റ് കാണാം. ആൽഫ ബീറ്റ, അതുപോലെ ബീറ്റ ഗാമ, ആൽഫ ഗാമ കണ്ടിട്ട് സമ്മ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൻ 2 അറ്റ് എ ടൈം ആണ്. ഈ സീറോസിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ട് പ്രോഡക്റ്റ് കണ്ടിട്ടും കൂടി ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ആൽഫ ഈസ് വാട്ട്? ആൽഫ ഈസ് ഇക്വൽ ടു 4 ഇൻറ്റു ബീറ്റ -2 പ്ലസ് ബീറ്റ ഗാമ, ബീറ്റ ഈസ് -2 ഇൻറ്റു 1/2 പ്ലസ് ആൽഫ ഗാമ 4 ഇൻറ്റു 1/2. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ -8 പ്ലസ് -1 പ്ലസ് 2 എന്നാണ് കിട്ടുക, കട്ട് ചെയ്തുപോലെ. സോ -9 പ്ലസ് 2 വിച്ച് ഈസ് -7 ആണ് കിട്ടുന്നത്. ആൽഫ ബീറ്റ, ബീറ്റ ഗാമ, ആൽഫ ഗാമ ഈസ് -7. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, C/A കണ്ടു നോക്കൂ. സി എന്ന് പറയുന്നത് എത്രയാണ്? സി ഈസ് -14 ഹിയർ, -14 ഡിവൈഡഡ് ബൈ A ഈസ് ഈക്വൽ ടു 2. സോ A ഈസ് ഈക്വൽ ടു 2 വിച്ച് ഈസ് -7. അപ്പോൾ C/A എന്ന് പറയുന്നത് എന്താണ്? -14/2, അതാണ് -7. അതാണ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൻ 2 അറ്റ് എ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൻ 2 അറ്റ് എ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വിച്ച് ഈസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. കാരണം സി എന്ന് പറയുന്നത് ആരുടെ കോയഫിഷ്യൻ്റ് ആണ്? സി ഈസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഹിയർ. സോ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് വിൽ ഗിവ് ദ സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൻ 2 അറ്റ് എ ടൈം. ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താണ്? നമുക്ക് ആൽഫ ബീറ്റ ഗാമ ആർ ദി സീറോസ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. ദെൻ വി ഹാവ് സം ഓഫ് സീറോസ് എന്ന് പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ഈക്വൽ ടു വാട്ട്? -b/a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് ഓഫ് ദി കോയഫിഷ്യൻ്റ് ഓഫ് x² ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x³ ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു -t/a ആണ്. -t/a ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x³ ആൻഡ് ഓൾസോ വി ഹാവ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എന്ന് പറയുന്നത് C/A ആണ്. സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോയഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x³. ഇത്രയാണ് റിലേഷൻ. എന്തൊക്കെയാണ് റിലേഷൻ? ആൽഫ ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് മൈനസ് ദ കോയഫിഷ്യൻ്റ് ഓഫ് x² ബൈ കോയഫിഷ്യൻ്റ് ഓഫ് x³ ദാറ്റ് ഈസ് ഈക്വൽ ടു -b/a. ആൽഫ ബീറ്റ ഗാമ is the product of the zeros which is equal to minus constant term divided by coefficient of x cube or minus d/a. alpha beta, beta gamma, alpha gamma എന്ന് പറയുന്നത് c/a ആണ്. it is coefficient of x by coefficient of x cube. ഇത്രയാണ് നമുക്ക് ഈ ഒരു തേർഡ് ഡിഗ്രിയിലെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു ക്യൂബിക് പോളിനോമിയൽ തന്നിട്ടുണ്ട് 5x³ മൈനസ് 7x² പ്ലസ് 8x മൈനസ് 4. ഇതിൽ സീറോസ് ആൽഫ ബീറ്റ ഗാമ ആണെന്ന് വിചാരിച്ചാൽ നമുക്കിതിൻ്റെ സം ഓഫ് സീറോസ് ഒന്ന് കണ്ടെത്തി നോക്കാം അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയാണ് സം ഓഫ് സീറോസ്. ഇവിടെ -b/a ആണ് സം ഓഫ് സീറോസ് കിട്ടുക. മൈനസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ -7 ആണ്. ബൈ a is 5. സോ വി ഹാവ് 7/5 എന്ന് കിട്ടും. ഈ കേസിന് 7/5 ആണ്. എന്താ? ആൽഫ ബീറ്റ ഗാമ ഈസ് മൈനസ് d/a. d ഈസ് -4 ഹിയർ. സോ വി ഹാവ് -(-4/a is same 4/5.
And also, what is alpha, beta, beta, gamma, alpha, gamma? It is C by A. C is 8 by 5. Okay, like this. Okay, so ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.